ശബരിമലയിൽ നടന്നത് സമാനതകളില്ലാത്ത പകൽ കൊള്ള. ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ ശൈവ വൈഷ്ണവ രൂപങ്ങളടക്കം ശ്രീത്വം തുളുമ്പുന്ന അമൂല്യമായ ചെറുവിഗ്രഹങ്ങളും ഉപദേവാലയത്തിലെ സ്വർണവും കടത്തിയെന്നാണ് സംശയം ഉണ്ടാവുന്നത്. ശ്രീകോവിലിൽ കൂടുതൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്നാണ് SIT പരിശോധിക്കുന്നത്. അറ്റകുറ്റപ്പണി ചെയ്ത് മിനുസപ്പെടുത്താൻ എന്ന പേരിൽ ശ്രീകോവിലിന് മുകളിൽ സർവ്വപൂജകളും നടത്തി പ്രതിഷ്ഠ പോലെ പവിത്രമായി സ്ഥാപിച്ച താഴികക്കുടങ്ങൾ ഇളക്കിയെടുത്ത് പമ്പ വരെ കൊണ്ടുപോയതായി SITക്ക് വിവരം കിട്ടി. വ്യവസായി വിജയ് മല്യ 1998 ശ്രീകോവിൽ സ്വർണം പൊതിയും മുൻപ് തന്നെ പ്രഭാവലയമടങ്ങിയ പാളികൾ തങ്കം പൊതിഞ്ഞവയാണ്. ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും പ്രഭാമണ്ഡലവുമുള്ള ടൺ കണക്കിന് തൂക്കമുള്ള പാളികളിൽ നിന്ന് സ്വർണം മാത്രമായി വേർതിരിച്ചെടുക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. 2 കിലോ സ്വർണം കൊള്ളയടിച്ചെന്നാണ് SIT തുടക്കം മുതൽ പറയുന്നത്. പ്രഭാമണ്ഡലത്തിലെ കൊള്ള കൂടിയാകുമ്പോൾ വ്യാപ്തി ഇനിയും ഉയരാനാണ് സാധ്യത. സ്വർണപ്പാളികൾ കടലാസിനേക്കാൾ കട്ടി കുറച്ച് മെർക്കുറി ഉപയോഗിച്ച് ചെമ്പുപാളികളിൽ ഒട്ടിച്ചാണ് സ്വർണം പൊതിഞ്ഞത്. അതേസമയം രാസലായനി കഥ കള്ളമാണോ? 42.1 കിലോ പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ച് കട്ടയാക്കിയെന്നാണ് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത്. സ്വർണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ശ്രീകോവിലിന് മുകളിലെ 3 താഴികക്കുടങ്ങൾ, കന്നിമൂല ഗണപതി, നാഗരാജാവ് ഉപക്ഷേത്രങ്ങളുടെ താഴികക്കുടം, ശ്രീകോവിലിന്റെ വാതിൽ, വശങ്ങളിലെ ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലും മല്യയുടെ സ്വർണമാണ് പാളികളാക്കി പൊതിഞ്ഞിരുന്നത്. ശ്രീകോവിലിന്റെ മേൽക്കുര, ഇരുവശത്തെയും ഭിത്തികൾ എന്നിവിടങ്ങളിൽ അയ്യപ്പചരിതം ആലേഖനം ചെയ്ത് സ്വർണപ്പാളികളും മല്യ പൊതിഞ്ഞിരുന്നു. 100 കിലോയോളം വരുന്ന പാളികളിലാണ് ശിവരൂപവും വ്യാളിരൂപവും അടങ്ങിയ പ്രഭാമണ്ഡലം. ഇതിൽ എത്രത്തോളം തങ്കമുണ്ടായിരുന്നു എന്നതിന് കണക്കില്ല. ഈ കണക്കുണ്ടായിരുന്ന തിരുവാഭരണം രജിസ്റ്റർ നശിപ്പിക്കപ്പെട്ടു. വിജയ് മല്യ ശ്രീകോവിലിൽ പതിപ്പിച്ച 30.3 കിലോ സ്വർണപ്പാളികളിൽ ഇനി എത്ര ബാക്കിയുണ്ടെന്നാണ് സംശയമുണ്ടാകുന്നത്. ശ്രീകോവിൽ വാതിലിലെ കട്ടിളയിൽ ഘടിപ്പിച്ച ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, രാശി ചിഹ്നങ്ങളുള്ള 2 പാളികൾ, കട്ടിളയുടെ മുകൾ പടിയിലെ പാളി എന്നിവയ്ക്ക് പുറമെയാണ് പ്രഭാമണ്ഡലത്തിലെ 7 പാളികളും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് സ്വർണം വേർതിരിച്ചത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കും മുൻപ് പലപ്പോഴായി ഇവയെല്ലാം മിനുക്കിയിട്ടുണ്ട്. ശ്രീകോവിലിൽ മുൻപുണ്ടായിരുന്ന ചെമ്പു തകിടുകളും മേൽക്കുരയിലെ പലകയും നീക്കിയ ശേഷം പുതിയ തേക്കു പലക ഉറപ്പിച്ച് അതിനു മുകളിൽ പുതിയ ചെമ്പുപാളി തറച്ച ശേഷമാണ് സ്വർണം പൊതിഞ്ഞത്. ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷിക്കണമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ശുപാർശ. സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിന് നൽകിയെന്നാണ് വിവരം.